ഇമ്പോർട്ടൻസ് ഓഫ് അറ്റൻഡിങ് ടെക്നിക്കൽ വർക്ക്ഷോപ്സ് ആൻഡ് വെബിനാർ. ഞാൻ നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എവിടെയൊക്കെ ടെക്നിക്കൽ വർക്ക്ഷോപ്സോ അല്ലെങ്കിൽ വെബിനാർസോ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈവൻ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും അതൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ബ്രഷപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മിസ് ഔട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീണ്ടും റീക്യാപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ഇതിനേക്കാളും വലിയ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രൊഫഷണൽസ്, സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും പല ആൾക്കാർ അവിടെ ഉണ്ടാവും. അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, ഡിഫറെൻറ്റ് അപ്രോച്ചിൽ അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ പറ്റും. ആൻഡ് അവരുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു പ്രൊഫഷണൽസിൻ്റെ കൂടെ, ഒരിക്കലും ഒരു ചുമ്മാ ഒരു വർക്ക്ഷോപ്പിൽ പോകുന്ന ആൾക്കാരായിരിക്കില്ല, ഗ്രോത്ത് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെ ഗ്രോത്ത് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ വർക്ക്ഷോപ്സും വെബിനാർസൊക്കെ അറ്റൻഡ് ചെയ്യുക. സോ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരിൽ ആ ഒരു ഗ്രോത്ത് എനർജി ആൻഡ് പോസിറ്റീവ് എനർജി, അതിന് കൂടുതൽ അവരുടെ ഒരു ബിഹേവിയർ ഒരു പ്രൊഫഷണൽ ആയിരിക്കും. സോ അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രൊഫഷണൽ എത്തിക്കേറ്റ്സ് ഉള്ളൊരു നല്ലൊരു പ്രൊഫഷണലായിട്ട് വരും. അങ്ങനെ പ്രൊഫഷണലായിട്ട് വരുമ്പോഴാണ് നമുക്കൊന്നും കൂടി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റും, ഒരുപാട് പോയിൻറ്റ്സുകൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. ആൻഡ് ആ ഒരു അപ്രോച്ചിങ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മളുടെ കരിയറിലാണെങ്കിലും നെക്സ്റ്റ് ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലെ പെർഫോമൻസിലാണെങ്കിലും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റും. സോ ഇങ്ങനെ ആകുമ്പോൾ നമ്മളൊരു പ്രൊഫഷണലായിട്ട് മാറും. ആൻഡ് നെറ്റ്വർക്കിംഗ്, നമ്മളിങ്ങനെയുള്ള വെബിനാർസിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്സിൽ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ കോർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സീനിയേഴ്സ് ആണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും പല കമ്പനീസിലുള്ള ആൾക്കാരായിട്ടുള്ള ഗുഡ് നെറ്റ്വർക്കിംഗ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കരിയർ ഗ്രോത്ത് വേണം, ഇല്ലെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം, നമുക്കൊരു കരിയർ സാലറീസ് ഓർ പൊസിഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. ഇങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ സപ്പോർട്ട് ചെയ്യും. സോ നമ്മളുടെ കരിയറിൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടാവില്ല. കാരണം എന്താണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെയുണ്ട്, അവർ നമ്മളെങ്ങനെ പൊക്കി കൊണ്ടുപോയിക്കോളും. സോ ഇതൊക്കെയാണ് നിങ്ങളൊരു ടെക്നിക്കൽ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ വെബിനാർസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ. It's not only the technical knowledge, it's about professionalism, good networking, career growth. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു ടെക്നിക്കൽ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ വെബിനാർസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്.